പാലാ നഗരസഭയിൽ കടുത്ത പ്രതിസന്ധി. അതൃപ്തിയുമായി ഘടകകക്ഷികൾ. ഭരണം അട്ടിമറിക്കുന്നതിന് പിന്നിൽ കോൺഗ്രസ് കൗൺസിലർമാർ. UDF-ൽ ചർച്ച ചെയ്യാതെ കോൺഗ്രസ് സ്വീകരിച്ചത് ഏകപക്ഷീയമായ നിലപാട്. പിന്തുണ പിൻവലിച്ചത് UDF അറിയാതെ. കോൺഗ്രസ് നിലപാടിൽ മാണി സി കാപ്പനും അതൃപ്തി. വിവരങ്ങളുമായി ഇപ്പോൾ സനോജ് സുരേന്ദ്രൻ ചേരുന്നു. സനോജ്, ഒരിക്കൽ കൂടി പാലാ നഗരസഭയിൽ പ്രതിസന്ധി രൂപം കൊള്ളുന്നു. കോൺഗ്രസിന്റെ നിലപാടിനോട് മാണി സി കാപ്പൻ അടക്കം പ്രതിഷേധം. പോലെ തന്നെ കഴിഞ്ഞ 6 മാസക്കാലത്തിലേറെയായി കോട്ടയം നഗരസഭയിൽ UDF-നുള്ളിൽ വലിയ കലഹമാണ് നടന്നത്. ആ കലഹമാണ് ഏറ്റവും ഒടുവിൽ പൊട്ടിത്തെറിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ചേർന്ന കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി യോഗം സ്വതന്ത്ര മുന്നണിക്കുള്ള പിന്തുണ പിൻവലിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. കോൺഗ്രസിൻ്റെ 6 കൗൺസിലർമാർ ഉൾപ്പെടെ മണ്ഡല ഭാരവാഹികൾ പങ്കെടുത്ത യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തത്. എന്നാൽ ഈ തീരുമാനത്തിൽ മറ്റ് ഘടകകക്ഷികൾക്ക് കടുത്ത അതൃപ്തിയാണ് ഉള്ളത്. ജോസഫ് വിഭാഗത്തിനും ഒപ്പം തന്നെ മാണി സി കാപ്പനും ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തിയുണ്ട്. കാരണം കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഏകപക്ഷീയമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ള വികാരമാണ് മറ്റ് ഘടകകക്ഷികൾക്കുള്ളത്. കേരള കോൺഗ്രസ് ജോസഫിന് 3 മാണി സി കാപ്പന് 1 അംഗവുമുണ്ട്. മുൻപ് പലതവണ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ നേതാവ് കൂടിയായിട്ടുള്ള ഫ്രാൻസിസ് ജോർജ്, ഒപ്പം തന്നെ സ്ഥലം MLA കൂടിയായിട്ടുള്ള മാണി സി കാപ്പൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും കോൺഗ്രസിൻ്റെ ജില്ലാ നേതാക്കന്മാരും ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടാണ് ഈ പ്രശ്നം പരിഹരിക്കുകയും സമാധാനപരമായി നഗരസഭാ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തത്. എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായി കോൺഗ്രസ് കൗൺസിലർമാർ ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കുകയാണെന്നും ഈ നിലപാടുകൾ കൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതിസന്ധി രൂപപ്പെട്ടിട്ടുള്ളത് എന്നുമാണ് പറയുന്നത്. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലായിലെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയായിട്ടുള്ള ജോസ് കെ മാണി ഇപ്പോൾ ഈ കാര്യത്തിൽ എന്താണ് ഇടതുപക്ഷത്തിൻ്റെ നിലപാട്, കേരള കോൺഗ്രസിൻ്റെ നിലപാട് എന്ന കാര്യത്തിൽ വിശദീകരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ജോസ് കെ മാണി മാധ്യമങ്ങളെ കാണുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി പാലാ നഗരസഭയിൽ രൂപപ്പെട്ടിട്ടുള്ള ഈ പ്രതിസന്ധി, ഈ വലിയ പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചിട്ടുള്ളത്. ഈ ഘട്ടത്തിലാണ് ജോസ് കെ മാണി മാധ്യമങ്ങളെ കാണാൻ തയ്യാറെടുക്കുന്നത്. എന്തായാലും LDF-ൻ്റെ നിലപാട് എന്താണ് എന്ന കാര്യത്തിൽ ജോസ് കെ മാണിയുടെ നിലപാട് ഏറെ നിർണായകമാണ്. ഇപ്പോൾ ജോസ് കെ മാണി നിലപാട് വ്യക്തമാക്കും. അജിംഷാദ്.